കോണ്ടാക്ട് ഓർഗനൈസേഷൻ +2 തുല്യതാ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ഹിസ്റ്ററിയുടെ 5ാമത്തെ യൂണിറ്റായിട്ടുള്ള 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭക്തി സൂഫി ട്രഡീഷൻസ്, ഭക്തി സൂഫി പാരമ്പര്യങ്ങളെക്കുറിച്ചുള്ള പാഠമാണ്. 6 മാർക്കിന് അതുപോലെ തന്നെ മാക് ദ ഫോളോയിങ്സിലും ഒക്കെ ഷോർട്ട് കണ്ടുവരുന്ന ഒരു പാഠമാണ്. അപ്പോൾ ഇതിൽ ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചും നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചും സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ചും ഒക്കെയാണ് ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ സദേൺ ഇന്ത്യയിലും അതുപോലെ തന്നെ ഇസ്ലാമിക് ആയിട്ടുള്ള ട്രഡീഷനും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സൂഫി ഭക്തി സെയിൻസിനെ കുറിച്ചൊക്കെയാണ് ഈ പാഠത്തിൽ പറയുന്നത്. സിമ്പിളായിട്ടുള്ള പാഠമാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് വെച്ചിട്ടുള്ള വീഡിയോ ക്ലാസ്സിലേക്ക് പോകാം. റെഗുലർ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ക്ലാസ്സിൻ്റെ ആ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇത് തന്നെയാണ് തുല്യതാ പരീക്ഷയിലും ചോദിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നോട്ട്സ് വെച്ചിട്ടുള്ള വീഡിയോ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പാഠഭാഗം ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് പാഠം ക്ലിയർ ആവുന്നതായിരിക്കും. ഇന്ത്യ ചരിത്രത്തിൽ 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് അതുപോലെ മതവിശ്വാസമായിട്ടുള്ള പാരമ്പര്യങ്ങളിലും കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ആണ് ഭക്തി സൂഫി പാരമ്പര്യം. അപ്പോൾ 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ ഇന്ത്യൻ സംസ്കാരത്തിൽ വന്നിട്ടുള്ള ചില സുപ്രധാനമായിട്ടുള്ള മാറ്റമുണ്ട്. പ്രധാനമായിട്ടും മതപരമായിട്ടുള്ള കാര്യങ്ങളിലായിരുന്നു. അതിലാണ് ഭക്തി സൂഫി പാരമ്പര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ദെൻ ഫസ്റ്റ് ആൾവാസ് ആൻഡ് നാനാസ് ആണ്. 6ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് ഭക്തി പ്രസ്ഥാനം ആരംഭിച്ചത്, ഭക്തി മൂവ്മെൻറ്റ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 6ാം നൂറ്റാണ്ട് മുതൽ. ഇതിൻ്റെ തുടക്കം സൗത്ത് ഇന്ത്യയിലായിരുന്നു. തെക്കേ ഇന്ത്യയിലായിരുന്നു ഇതിൻ്റെ തുടക്കം എന്നുള്ളത്. അപ്പോൾ ഭക്തി പ്രസ്ഥാന തുടക്കം എവിടെയായിരുന്നു? തെക്കേ ഇന്ത്യയിലായിരുന്നു. എന്നായിരുന്നു അത് 6ാം നൂറ്റാണ്ടിലായിരുന്നു എന്നുള്ളത്. ദക്ഷിണേന്ത്യയിൽ ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ആൾവാസ് ആൻഡ് നാനാസ് ആയിരുന്നു. വിഷ്ണുവിനെ പ്രധാന മൂർത്തിയായി കണ്ട് ആരാധിക്കുന്ന വിഭാഗമാണ് ആൾവാർമാർ. ദെൻ ശിവനെ പ്രധാനമായിട്ട് ദൈവമായി കാണുന്ന വിഭാഗത്തെ നാനാസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ആൾവാസ് ആൻഡ് നാനാസ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആൾവാസ് എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ പ്രധാന മൂർത്തിയായിട്ട്, ദെൻ ശിവനെ പ്രധാന മൂർത്തിയായിട്ട് ആരാധിക്കുന്നതാണ് നാനാസ്. ദെൻ ഓരോ വിഭാഗം അവരുടെ ഇഷ്ട ദൈവങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് കീർത്തനങ്ങൾ പാടി നാട് നീളെ സഞ്ചരിക്കുന്നു. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കീർത്തനങ്ങൾ പാടി നാട് നീളെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. ദെൻ മാത്രമല്ല ചില സ്ഥലങ്ങളിൽ പുണ്യസ്ഥലമായി കണക്കാക്കി അവിടെ ആരാധനാലയങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കുകയും ഇത് പിന്നീട് നിരവധി ക്ഷേത്രങ്ങളായിട്ട് പിന്നീട് രൂപം കൊള്ളുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആൾവാർമാരും നായന്മാരും ജാതി സമ്പ്രദായത്തെ എതിർക്കുക, ഇതാണ് ഏറ്റവും ഭക്തി പ്രസ്ഥാനത്തിലുള്ള ആൾക്കാർ ജാതി സമ്പ്രദായത്തെ, ഹിന്ദു മതത്തിലുണ്ടായിരുന്ന തിന്മയായിട്ടുള്ള ജാതി സമ്പ്രദായത്തെ ശബ്ദമുയർത്തുകയാണ്. ഏറ്റവും ആൾമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് നളയരി ദിവ്യ പ്രബന്ധമാണ്. എപ്പോഴും ഇതിനെ ഒരു തമിഴ് വേദയായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. ആദ്യകാല ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത സ്ത്രീകളുടെ പങ്കാളിത്തം. പിന്നീട് അത് കാണുന്നില്ലെങ്കിലും ആദ്യകാലത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. വൈഷ്ണവ സന്യാസിയായിട്ടുള്ള ആണ്ടാൾ, ശൈവ സന്യാസി, കാരക്കിലമ്മാർ തുടങ്ങിയ ഇതിന് ഉദാഹരണമാണ് എന്നുള്ളതാണ്. ഇനി വീരശൈവ പാരമ്പര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഇതാണ് വീരശൈവ പാരമ്പര്യം. 12ാം നൂറ്റാണ്ടിൽ കർണാടകയിൽ നിന്ന് ഉയർന്നു വന്ന മതപരിഷ്കരണ പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. അപ്പോൾ വീരശൈവ പ്രസ്ഥാനത്തെക്കുറിച്ച് എഴുതാൻ പറയും. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് ബാസവണ്ണ. ഇയാളൊരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം ഹനുനായികളെ അറിയപ്പെടുന്നത് വീരശൈവാസ് എന്നാണ്. പിന്നീട് ഇന്നിപ്പോൾ ഇവരെ അറിയപ്പെടുന്ന ലിംഗായത്തുകൾ, പ്രബല ജാതിക്കാരായിട്ട് അറിയപ്പെടുന്ന ലിംഗായത്തുകളായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവർ ശിവനെ പ്രധാന ആരാധന മൂർത്തിയായിട്ട് ശിവനെ അംഗീകരിക്കുന്നു. ലിംഗരൂപത്തിലാണ് ഇവർ ശിവനെ ആരാധിക്കുന്നത്. ലിംഗായത്തുകൾ ജാതി സമ്പ്രദായത്തെയും അതുപോലെ തന്നെ അൺടച്ചബിലിറ്റിയെയും തൊട്ടുകൂടായ്മയെയും അയിത്തത്തെയൊക്കെ എതിർത്തു. ലിംഗായത്തുകൾ ശൈശവ വിവാഹത്തെ എതിർക്കുകയും വിധവാ വിവാഹത്തിനായി വാദിക്കുകയും വിധവാ പുനർവിവാഹത്തിനായി വാദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ സൂഫിസം എന്നാണ്.
സൂഫിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാം മതത്തിനകത്തുള്ള പരിഷ്കരണ പ്രസ്ഥാനമാണ് സൂഫിസം. ഖലീഫന്മാരുടെ ആർഭാട ജീവിതവും ഭൗതിക ജീവിതത്തോടുള്ള ആർത്തിയുമാണ് ഈ പ്രസ്ഥാനം ഉണ്ടാകാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം. സൂഫി സന്യാസികൾ നബിനെ പൂർണ്ണനായിട്ടുള്ള ഒരു മനുഷ്യനായി കണക്കാക്കുകയും മോക്ഷപ്രാർത്ഥിക്കായി അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആഘോഷങ്ങളെല്ലാം അർത്ഥശൂന്യമാണെന്ന് അവർ വാദിച്ചു. സൂഫി സന്യാസിമാർ സ്ഥാപിച്ച സ്ഥാപനമാണ് ദിനാശ്രമങ്ങൾ. വൺ വേർഡ് ക്വസ്റ്റ്യൻ, ഗാനാസ്. എന്താണ് ദിനാശ്രമങ്ങൾ? സൂഫി സന്യാസിമാർ സ്ഥാപിച്ച സ്ഥാപനമാണ് ഗാനാസ്. സൂഫി പ്രസ്ഥാനത്തിൽ പല സിൽസിലകളായിട്ട് സംഘടിക്കപ്പെട്ടു. 12 സിൽസിലകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സിൽസിലയാണ് ചിസ്തി സിൽസില. 12 സിൽസിലകളാണ്. 12 ഘടകങ്ങൾ എന്നതൊക്കെ 12 ഘടകങ്ങളിൽ ഏറ്റവും ഇതാണ് ചിസ്തി സിൽസില. ഇതിൻ്റെ സ്ഥാപകൻ ഖാജ മൊയ്യുദ്ദീൻ ചിസ്തി. ഓക്കെ. സിയാറത്ത് ആൻഡ് ഖവാലി. വൺ വേർഡ് ക്വസ്റ്റ്യൻ, എന്താണ് സിയാറത്ത്, എന്താണ്? ചിസ്തി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സവിശേഷമായിട്ടുള്ള 2 എണ്ണമാണ് സിയാറത്തും ഖവാലിയും. സൂഫി വാര്യന്മാരുടെ സ്മാരകങ്ങൾ, ദർഗകൾ സന്ദർശിക്കുന്നതാണ് സിയാറത്ത് എന്ന് പറയുന്നത്. ഖവാലി എന്ന് പറഞ്ഞാൽ അവരെ പ്രകീർത്തിച്ച് പാടുന്നത്. ഓക്കെ. സിയാറത്തിൻ്റെ ഭാഗമായി നൃത്തവും സംഗീതമാണ് ഖവാലി എന്ന് പറയുന്നത്. ദെൻ നോർത്ത് ഇന്ത്യയിലുള്ള ഭക്തി പ്രസ്ഥാനം 14-ാം നൂറ്റാണ്ടിലും 15-ാം നൂറ്റാണ്ടിലും വടക്കേ ഇന്ത്യയിൽ വളരെയധികം അറിയപ്പെട്ട ഭക്തകവിയാണ് കബീർ ദാസ്. കബീർ എന്ന് പറയുന്നത്. കബീറിൻ്റെ സൂക്തങ്ങൾ 3 വ്യത്യസ്ത പാരമ്പര്യങ്ങളുടെ അറിയപ്പെടുന്നത് കബീർ സിജക്ക്, കബീർ ഗ്രന്ഥവാലി, ആദി ഗ്രന്ഥ സാഹിബ്. കബീർദാസിൻ്റെ കവിതകൾ പല ഭാഷകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഏകദൈവ വിശ്വാസിയായിരുന്നു. അദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തിനടിച്ച് നിലകൊണ്ടിട്ടുണ്ട്. ജാതി സമ്പ്രദായത്തെയും തൊട്ടുകൂടായ്മയും. അപ്പോൾ ഈ തരത്തിലുള്ള ഭക്തി സൂഫി സെയിൻസ് അവർ ജാതീയതയും അതുപോലെ തന്നെ തൊട്ടുകൂടായ്മയ്ക്കൊക്കെ എതിരെ നിലകൊണ്ടിട്ടുള്ള ആൾക്കാർ. ഹിന്ദു മതത്തിലെയും ഇസ്ലാം മതത്തിലെയും പല ദുരാചാരങ്ങളെയും അദ്ദേഹം എതിർത്തു. ദെൻ ബാബ ഗുരുനാനക്ക്, പഞ്ചാബിൽ ജനിച്ച സന്യാസി വര്യനാണ് ബാബ ഗുരുനാനക്ക്. അദ്ദേഹം നിർഗുണ ഭക്തിയാണ്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളും ഉണ്ടായിരുന്ന പല ദുരാചാരങ്ങളും അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. സാർവജനിക സഹോദര്യത്തിലും സഹിഷ്ണുതയിലും അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം പുതിയൊരു മതം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ പുതിയൊരു മതം അഥവാ സിഖ് മതം സ്ഥാപിച്ചു. സിഖ് മതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാക്കിയത് 5ാമത്തെ ഗുരുവായിട്ടുള്ള ഗുരു അക്ബറാണ്. ഓക്കെ. ആദി ഗ്രന്ഥ സാഹിബ്. ഓക്കെ. ആദി ഗ്രന്ഥം ഗുരു ഗ്രന്ഥ സാഹിബിൻ്റെ കർത്താവ് ഗുരു ഗോബിന്ദ് സിംഗ് ആയിരുന്നു എന്നുള്ളത്. ഇനി മീരാബായിയെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഉത്തരേന്ത്യയിൽ ഭക്തി പാരമ്പര്യത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തി കവയിത്രിയായിരുന്നു മീരാബായി. മീരാബായി ഒരു രജപുത്ര സ്ത്രീയായിരുന്നു. കൃഷ്ണഭക്തിയുടെ ഉത്തമ മാതൃകയായിരുന്നു മീരാബായി. അപ്പോൾ മീരാബായിയെക്കുറിച്ച് ചോദ്യം വരാറുണ്ട്. ഉത്തരേന്ത്യയിലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തി ഒരു രജപുത്ര സ്ത്രീയാണ്. കൃഷ്ണഭക്തി ആയിരുന്നു ആര്? മീരാബായി. ഇത്രയേ ഉള്ളൂ ഈ പാഠത്തുനിന്ന്. താങ്ക് യു.